വെൽക്കം ടു ശ്രീനോസ് വ്ലോഗ്. ഞാനും അമ്മയും കൂടെ എന്ത് ചെയ്യാമ്മ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, നമ്മളുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആരും പറഞ്ഞെടുത്ത് വീഴരുത്. ഇല്ലേ അമ്മ, നമ്മളിപ്പോൾ എന്തിനു പോയിട്ടാണ്? ഞങ്ങൾ അമ്മൂമ്മയെ കാണാൻ. നമുക്ക് ഓരോ വ്ലോഗ് തുടങ്ങിയേക്കാം പറ്റി. എന്താ എനിക്ക് മിടുക്കില്ലെന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? കണ്ടു ഗൈസ്, അമ്മ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് മിടുക്കില്ലെന്ന്. ബട്ട് വൈ ഗൈസ്? ഇത് ഞങ്ങളുടെ കൊച്ചച്ഛൻ്റെ പണിയുന്ന വീടാണ് ഗൈസ്. ഇവിടെ ആരും താമസിക്കാത്ത വീടാണ് ഗൈസ്. നമ്മൾ അതിസാഹസികമായ ഒരു യാത്രയാണ്. ഇത് നമ്മൾ കനാലിൻ്റെ ഓരത്തിൽ കൂടിയാണ് നടക്കുന്നത്, അല്ലേ അമ്മ? നമ്മൾ കനാലിൻ്റെ ഓരത്തിൽ കൂടി നടന്നിട്ട് സൂക്ഷിച്ചടക്കണം. എന്താ മോനസ് അങ്ങനെ ഒരു ടോക്ക്? താഴെ വീണോ? ഈ കമ്പിട്ട് അമ്മ ഒതു കൊടുക്കാൻ പോവാണ് ഗായ്സ്. ഇവിടെ എൻ്റെ സൂര്യകാന്തി തോട്ടമുണ്ട്. ഇവിടുത്തെ സൂര്യകാന്തി തോട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്ന കനാലിൻ്റെ ഓരത്തെ തോട്ടമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗായ്സ്? ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണണം. അയ്യോ, ഇതൊക്കെയാണ് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ. ആരും പൊട്ടനാണോ? അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ തൊട്ട് പിറകിലായിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗേറ്റ് തുറന്നാൽ ഇപ്പോൾ ഒരു പ്രത്യേകതരം സൗണ്ട് നമുക്ക് കേൾക്കാം. പക്ഷെ ആ സൗണ്ടിലൂടെ അറിഞ്ഞില്ല തോന്നുന്നു ഗായ്സ്. പക്ഷെ നമുക്ക് അവൻ്റെ റിയാക്ഷനിലേക്ക് പോകാം. അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിഞ്ഞാലോ ഗായ്സ്? കണ്ടോ, റിയാക്ഷൻ ചെയ്യേണ്ട ആളാണ്. ഹായ്, വന്ന് ശ്രീജയന്തി അവിടെ കൃഷിയാണ് ഗൈസ്. വയ്യ, ഒട്ടും വയ്യ. അനികൊച്ചാ? ഇല്ല, പശു ഉണ്ടല്ലോ. ഇതാണ് ഗൈസ് ഞാൻ കാണിച്ചു തരാൻ നോക്കുന്ന റിയാക്ഷൻ. ഇതാണ് ഒരു കൂട്ടരമോ കിട്ടൂ. ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ. ഇതെല്ലാം അമ്മയുടെ മനോഹരമായ പൂന്തോട്ടങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതൊക്കെ എന്തൊക്കെയോ ചെടികളാണ്. ചില സമയത്ത് ഞാൻ ഇങ്ങനെയാണ് കണ്ടോ. അമ്മയുടെ ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഗായ്സ്? ഇവിടെ അധികം വൈകാതെ ഞങ്ങളിതൊരു ഫോറസ്റ്റായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇവിടെ ചെറിയ സിംഹക്കുട്ടിയെ വരെ ഏൽപ്പിക്കാനുള്ള പരിപാടികൾ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞാൻ വീട്ടിനുള്ളിൽ കയറി ഗായ്സ് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് വീട് തുറക്കണം, കുറച്ച് പരിപാടിയുണ്ട്. നാളെ വീണ്ടും സ്കൂളിൽ പോകണം. എനിക്ക് കഷണ്ടിയാവുന്നു ഗൈസ്, കഷണ്ടിയാവുന്നു. നമുക്ക് പരിക്കകത്ത് കയറാം ഗായ്സ്. വരുമോ? നമുക്ക് കയറാം ഗൈസ്. നമ്മളെ താക്കോൽ നമ്മുടെ കയ്യിലുണ്ട്. താക്കോൽ ഉപയോഗിച്ച് തുറക്കാൻ പോവുകയാണ്. തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കയറി. അയ്യോ, വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാത്രിയിൽ എനിക്കിരിട്ട് പേടിയാണ്. കഥ അടക്കുന്നതിന് വരെ നമ്മൾ കഥവും അടച്ചു. എൻ്റെ വളരെ വ്യത്യസ്തമാർന്ന എൻ്റെ മുറിയിലേക്ക് നമുക്ക് പോകാം. ഇവിടെയും വളരെയധികം ഇരുട്ടാണ്. ഞാൻ എൻ്റെ റൂമിലെത്തിയിരിക്കുന്നു ഗായ്സ്. എൻ്റെ മിററിൽ കൂടെ ഞാൻ എന്നെ കാണാൻ പോകുന്നു ഗായ്സ്. നല്ല കോലത്തിൽ കിടക്കാണ് ഗായ്സ്, നല്ല കോലത്തിൽ കിടക്കാണ്. നമ്മൾ ഡ്രസ്സ് മാറിയതാണ്. നമ്മൾ പുതിയ ഔട്ട്ഫിറ്റിലെത്തിയിരിക്കുകയാണ്. നമ്മൾ വീട്ടിലിടുന്ന വേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ അതേ മുറിയിൽ തന്നെയാണ്. ഔട്ട്ഫിറ്റ് മാത്രം മാറി ഗൈസ്. നമ്മൾ ഡ്രസ്സ് മാറി. നമ്മൾ നമ്മുടെ വീട് നിൽക്കുന്ന കോലത്തിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക്
ആദ്യം കുറച്ച് വെള്ളം കുടിക്കാം ഗായ്സ്. വെള്ളം കുടിക്കാൻ നമുക്ക് കുപ്പി, ഓ മൈ ഗോഡ്, കുപ്പിയിൽ വെള്ളമില്ല. നമുക്ക് വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിൽ ഇരുട്ടാണ്. ഇവിടെ ഞങ്ങൾ അടുക്കളയിൽ DJ നൈറ്റ് ഉണ്ട്. കാണോ ഗൈസ്, ചത്തു. നേരത്തെ വരെ DJ ആയിരുന്നു. നമുക്ക് വെള്ളം കുടിക്കാം. ഗ്ലാസ് നമ്മൾ ഇതെല്ലാം കുടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഗായ്സ്, ഇവിടെ DJ നൈറ്റ് ഇടയ്ക്ക് ഞങ്ങൾ ഓൺ ആവാറുള്ളതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ DJ നൈറ്റാണ്. നമുക്ക് DJ നൈറ്റ് തൽക്കാലം ഓഫ് ചെയ്യാം. അയ്യോ, എൻ്റെ കണ്ണ് മാത്രം. നമ്മൾ തിരികെ നമ്മുടെ ഹോളിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ കൊണ്ടുപോയ ബാഗ് നമുക്ക് ഹോളിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഡൈനിങ് ടേബിളിലെത്തിയിരിക്കുകയാണ് ഗൈസ്.